ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, ഫ്രേസസ്. വാട്ട് ആർ ദേ? ആദ്യം തന്നെ ഫ്രേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. A phrase is a group of words that can function as a meaningful unit within a clause or a sentence. Phrase എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ഒരു കൂട്ടമാണ്. അത് വളരെ ചെറുതാണ്. ഒരു വലിയ സെന്റൻസിന്റെ അല്ലെങ്കിൽ ക്ലോസിന്റെ ഭാഗമായിട്ടാണ് ഫ്രേസ് എപ്പോഴും ഒക്കർ ചെയ്യുന്നത്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പദം എന്ന് പറയും. അത് ഒരു വാക്യത്തിന്റെയോ അല്ലെങ്കിൽ ക്ലോസ് അല്ലെങ്കിൽ ഉപവാക്യത്തിന്റെയോ ഭാഗമായിട്ടാണ് എപ്പോഴും ഒക്കർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ചെറിയ ഒന്നായിരിക്കും. It is very short, not complete like a sentence and therefore cannot stand alone like a sentence. ഒരിക്കലും ഒരു സെന്റൻസോ അല്ലെങ്കിൽ ക്ലോസ് നൽകുന്നത് പോലുള്ള കംപ്ലീറ്റ് മീനിങ് അത് കൺവേ ചെയ്യുകയില്ല. എങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ മീനിങ് എപ്പോഴും അത് കൺവേ ചെയ്യും. അതൊരു മീനിങ് ഫുൾ യൂണിറ്റ് ആണ്, പക്ഷേ വളരെ ചെറുതാണ്. കംപ്ലീറ്റ് സെൻസ് ഒരിക്കലും നൽകുന്നുമില്ല. അൺലൈക്ക് എ സെന്റൻസ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. ഒരു സെന്റൻസിനെ പോലെ സ്വന്തമായ ഒരു പ്രെഡിക്കേറ്റോ ഒരു സബ്ജക്റ്റോ ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. അത് വളരെ ചെറുതാണ്, എങ്കിലും അതിൻ്റെതായ മീനിങ് അത് കൺവേ ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അതിനൊരു നൗണിനെ പോലെയോ ഒരു അഡ്ജക്റ്റീവിനെ പോലെയോ ഒരു ആഡ്വേർബിനെ പോലെയോ ഒക്കെ ഫംഗ്ഷൻ ചെയ്യാനും സാധിക്കും. അതുപോലെ അതിലൊരു ഫൈനൈറ്റ് വേർബ് ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും വേർബൽ എലിമെന്റ്സ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വേർബൽ എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പിൾസ് ഒക്കെ വേർബൽ എലിമെന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ്. പാർട്ടിസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ING പാർട്ടിസിപ്പിൾ ഉണ്ട്, ED പാർട്ടിസിപ്പിൾ ഉണ്ട്. ING പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ED പാർട്ടിസിപ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റും പാസ്റ്റ് ടെൻസുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള എലിമെന്റ്സ് പലപ്പോഴും ഫ്രേസിൽ ഉണ്ടായിരിക്കാം, പക്ഷേ കൃത്യമായ ഒരു വേർബ് അതിൽ ഉണ്ടായിരിക്കുകയില്ല. ഫോർ എക്സാമ്പിൾ, സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ and with a hat by his feet, a blind boy was begging for alms. അതിൽ ആദ്യത്തെ ഫ്രേസ് നോക്കുക, സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. ആ സെന്റൻസിലെ ഒരു ചെറിയ ഒരു യൂണിറ്റ് ആണ്, മീനിങ് ഫുൾ യൂണിറ്റ് ആണ്, അല്ലെ? എന്തോ ഒരു ചെറിയ സെൻസ് അത് കൺവേ ചെയ്യുന്നുണ്ട്. സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ എന്ന് പറയുമ്പോൾ മരത്തിന്റെ തണലിൽ ഇരുന്നു എന്നൊരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആരിരുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല, കാരണം അത് ബാക്കിയുള്ള ഭാഗമായിട്ട് ചേർത്ത് വായിച്ചാലേ കംപ്ലീറ്റ് സെൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. എങ്കിലും ആ ഒരു ഫ്രേസ് നോക്കുക, ചെറിയൊരു മീനിങ് കൺവേ ചെയ്യുന്നു. അതിൽ ഒരു ഫൈനൈറ്റ് വേർബിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, എങ്കിലും വേർബൽ എലിമെന്റ് ഉണ്ട്, അല്ലെ? സിറ്റിംഗ് എന്ന് പറയുമ്പോൾ ING അത് പാർട്ടിസിപ്പിൾ ആണ്, കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ പാർഷ്യൽ ആയിട്ടുള്ള ഒരു മീനിങ് അത് കൺവേ ചെയ്യുന്നുമുണ്ട്. അതിൽ വിത്ത് എ ഹാറ്റ് ബൈ ഹിസ് ഫീറ്റ്, അതിലും ഒരു പാർഷ്യൽ മീനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ഫ്രേസിന്റെ എക്സാമ്പിൾ ആണ്. നോക്കുക, ഈ രണ്ട് ഫ്രേസസ് നോക്കുക, അതൊരു വലിയ സെന്റൻസിന്റെ ഭാഗമാണ്. ഒരു ക്ലോസിനെ പോലെയോ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിനെ പോലെയോ കംപ്ലീറ്റ് മീനിങ് അത് നൽകുന്നില്ല, എങ്കിലും ചെറിയ രീതിയിൽ മീനിങ് അത് നൽകുന്നുമുണ്ട്. അതിൽ കൃത്യമായൊരു വേർബ് ഇല്ല, എങ്കിലും വേർബൽ എലിമെന്റ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഫ്രേസ് ഒരു സെന്റൻസിലെ ചെറിയ ഒരു യൂണിറ്റ് ആണ്. എങ്കിലും ഒരു സെന്റൻസിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് വേർഡ്സ് ആണ്, വാക്കുകൾ ചേർന്നിട്ടാണ് ഫ്രേസസ് ഉണ്ടാകുന്നത്. ഫ്രേസസ് കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ക്ലോസസ് ആണ്. ഫ്രേസിനേക്കാൾ കുറച്ചും കൂടെ കംപ്ലീറ്റ് ആയിരിക്കും ക്ലോസ് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ എന്ന് പറയുന്നത് സെന്റൻസ് ആണ്. ഇങ്ങനെയാണ് ആ ഒരു ഫോർമേഷൻ പോകുന്നത്. ഇനി നമുക്ക് ഫ്രേസസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ ഫ്രേസ്? ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്രേസസ് ആർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് that convey some sense or meaning. വാക്കുകളുടെ ഒരു കൂട്ടമാണെന്ന് പറഞ്ഞു, വളരെ ചെറുതാണ്. അതുപോലെ അടുത്തത്, they may not have a finite verb in them but there may be verbal elements like the participles in them. കൃത്യമായി ഒരു വേർബ് ചിലപ്പോൾ നമുക്ക് അവിടെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, എങ്കിലും വേർബൽ എലിമെന്റ്സ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചില കേസസിൽ ടോട്ടലി വേർബ്ലെസ് ആയിട്ടും ഫ്രേസസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇനി ഫൈനൈറ്റ് വേർബ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് വേർബ് എന്ന് പറയുന്നത് കൃത്യമായി പേഴ്സൺ, നമ്പർ, ടെൻസ് ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർബ് ഫോംസിനെയാണ് നമ്മൾ ഫൈനൈറ്റ് വേർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആം, ഈസ്, ആർ ഇതൊക്കെ എപ്പോഴും നമുക്ക് കൃത്യമായി ടെൻസും നമ്പറും പേഴ്സണും തിരിച്ചറിയാൻ സഹായിക്കുന്നവയാണ്. ഫോർ എക്സാമ്പിൾ, I am busy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം എന്നുള്ളത് അവിടെ ഫസ്റ്റ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്, പ്രസന്റ് ടെൻസ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ ദേ ആർ പ്ലേയിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സെക്കൻഡ് പേഴ്സൺ ആണ്, പ്ലൂറൽ ആണ്, പ്രസന്റ് ടെൻസ് ആണ്.
അത് വേറെ ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടെൻസ് ഒന്ന് മാറും, പാസ്റ്റ് ടെൻസ് ആകും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആം, ഈസ്, ആർ ഇതെല്ലാം കൃത്യമായി പേഴ്സൺ, നമ്പർ, ടെൻസ് ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെർബ് ഫോംസ് ആയതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് ഫൈനൈറ്റ് വെർബ്സ് എന്ന് വിളിക്കാം. ഇനി നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമുക്ക് ഏതൊക്കെ പേഴ്സൺ, ഏതൊക്കെ ടെൻസ്, ഏതൊക്കെ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് നമുക്ക് ഒരിക്കലും ഐഡിയ കിട്ടുകയില്ല. അങ്ങനെയുള്ള വെർബ് ഫോംസിനെയാണ് നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബി, ബീൻ, ബീൻ ഇതൊക്കെ നോക്കുക. ഇതൊക്കെ കൃത്യമായി ഏതൊക്കെ ടെൻസിലാണ് വരിക, ഏതൊക്കെ നമ്പർ ഓഫ് പേഴ്സൺസിന്റെ കൂടെയാണ്, ഏതൊക്കെ പേഴ്സണിലാണ് വരിക എന്നുള്ളത് നമുക്ക് കൃത്യമായി ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള നോൺ ഫൈനൈറ്റ് വെർബ് ഫോംസ് ആയിരിക്കും കൂടുതലും ഈ ഫ്രേസസിൽ ഒക്കർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ പാർട്ടിസിപ്പിൾസ് വെർബൽ എലിമെന്റ്സ് ആയിട്ട് ഫ്രേസസിൽ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഹാവിങ് സെഡ് unkind things about him, you cannot justify your conduct. അതിൽ ഫ്രേസ് നോക്കുക, ഹാവിങ് സെഡ് അൺകൈൻഡ് തിങ്സ് അബൌട്ട് ഹിം. അത് തുടങ്ങിയിരിക്കുന്നത് തന്നെ ഒരു പാർട്ടിസിപ്പിൾ വെച്ചിട്ടാണ്, അല്ലെ, ING പാർട്ടിസിപ്പിൾ വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഹാവിങ് സെഡ് അൺകൈൻഡ് തിങ്സ് അബൌട്ട് ഹിം അവിടെ കൊണ്ട് വളരെ കുറച്ച് മീനിങ് മാത്രം കൺവേ ചെയ്തുകൊണ്ട് ആ ഫ്രേസ് അവിടെ എൻഡ് ചെയ്യുകയാണ്. അവിടെ നോക്കുക, കൃത്യമായി ഒരു ഫൈനൈറ്റ് വേർബ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയില്ല, പക്ഷേ വേർബൽ എലിമെന്റ് ഉണ്ട്, പാർട്ടിസിപ്പിൾ ഹാവിങ് ഉണ്ട്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സം ആർ ടോട്ടലി വേർബ്ലെസ് വിത്ത് നോ വേർബൽ എലിമെന്റ്സ് ഇൻ ദം. ചില കേസസിൽ യാതൊരുവിധ വേർബൽ എലിമെന്റ്സും ഇല്ലാതെയും ഈ ഫ്രേസസ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഫ്രേസസിനെയാണ് നമ്മൾ വേർബ്ലെസ് ഫ്രേസസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ ആർ ഓഫൺ കോൺട്രാക്ഷൻസ് ഓഫ് പാർട്ടിസിപ്പിയൽ ഫ്രേസസ്. അങ്ങനെ ടോട്ടലി വേർബ്ലെസ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഫ്രേസസ് വളരെ ചെറുതായിരിക്കും, ചുരുങ്ങിയതായിരിക്കും. ഫോർ എക്സാമ്പിൾ വെൻ യങ് ബ്ലണ്ട് ദ ഡോങ്കി വാസ് എ ചാമ്പ്യൻ. അതിലെ ഫ്രേസ് നോക്കുക, വെൻ യങ്. അതിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഫൈനൈറ്റ് വേർബോ ഒരു വേർബൽ എലിമെന്റ്, അതായത് പാർട്ടിസിപ്പിളോ ഒന്നും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയില്ല. എങ്കിലും വെൻ യങ് എന്ന് പറയുമ്പോൾ യങ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ചാമ്പ്യൻ ആയിരുന്നു എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ്. അപ്പോൾ ആ ഫ്രേസ് മാത്രം നോക്കുമ്പോൾ യങ് ആയിരുന്ന അവസ്ഥയിൽ എന്നൊരു മീനിങ് നമുക്കവിടെ കിട്ടുന്നുമുണ്ട്. പക്ഷെ അവിടെ വേർബൽ എലിമെന്റ്സ് ഒന്നും വന്നിട്ടുമില്ല. അപ്പൊ ഇങ്ങനെയും വേർബ്ലെസ് ആയിട്ടും ഫ്രേസസിന് പലപ്പോഴും ഒക്കർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഫ്രേസസ് ആർ മോർ കോമ്പാക്ട് ദാൻ ക്ലോസസ്. ഫ്രേസസ് എപ്പോഴും ക്ലോസസിനേക്കാൾ ചെറുതായിരിക്കും, ചുരുങ്ങിയതായിരിക്കും. കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത്. യു ക്യാൻ ബ്രീഫ് എൻ ഐഡിയ ഇൻ എ ഫ്രേസ്. ഒരു ക്ലോസ് യൂസ് ചെയ്ത് വലിച്ചു നീട്ടി ഒരു കാര്യം പറയേണ്ട സ്ഥാനത്ത് നമുക്ക് ഫ്രേസ് യൂസ് ചെയ്ത് അതിനെ വളരെ കോമ്പാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചുരുക്കി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഒരു ക്ലോസിന് പകരം ഫ്രേസ് യൂസ് ചെയ്ത് ഐഡിയ വളരെ കോമ്പാക്റ്റ് ആക്കി പ്രസന്റ് ചെയ്യുന്ന രീതിക്കാണ് ഫ്രേസൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു രീതി കൂടുതലും എഴുത്തുകാരാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്ത് ഐഡിയ കൺവേ ചെയ്യുന്ന ഒരു ഡിഫറെന്റ് രീതിയാണിത്. സോ ഇഫ് യു യൂസ് എ ഫ്രേസ് ഇൻ ദ പ്ലേസ് ഓഫ് എ ക്ലോസ്, it will become more compact, and due to this many good writers prefer this kind of phrasal constructions. For example, when he woke up he found his horse gone. അതൊരു കോംപ്ലെക്സ് സെന്റൻസ് ആണ്. അവൻ എണീറ്റപ്പോൾ അവന് മനസ്സിലായി അവന്റെ കുതിര പോയിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി എഴുതാം ഒരു ഫ്രേസൽ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട്. ആ വെൻ അവിടെ കളഞ്ഞിട്ട് അതിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. ഹി woke up to find his horse gone. ആ to find എന്നുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ വെച്ച് നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്തു. അപ്പോൾ അത് കുറെ കൂടെ കോമ്പാക്റ്റ് ആയി, ചുരുങ്ങി. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫ്രേസൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് നോക്കുക, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ് ലൈക്ക് എ സെന്റൻസ് വിത്ത് എ സബ്ജക്ട് ഓർ പ്രെഡിക്കേറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. ഒരു സെന്റൻസിനെ പോലെ സ്വന്തമായി ഒരു പ്രെഡിക്കേറ്റോ ഒരു സബ്ജക്റ്റോ പലപ്പോഴും ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് അതിന് ആ ഒരു സെൻസ് ഓഫ് കംപ്ലീഷനും ഇല്ലാത്തത്. കാരണം പ്രെഡിക്കേറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെന്റ് വേർബാണ്. ഫ്രേസിൽ വേർബ് ഉണ്ടായിരിക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എക്സെപ്ഷൻ ഉണ്ട്. ബട്ട് ദർ ഇസ് എ കൈൻഡ് ഓഫ് ഫ്രേസ് with a subject and a partial predicate of its own that can function like a clause but not a clause proper, and it is called absolute phrase. എന്നാൽ ചില കേസസിൽ ചില ഫ്രേസസ് സ്വന്തമായ ഒരു സബ്ജക്റ്റും ഒരു പാർഷ്യൽ പ്രെഡിക്കേറ്റോടു കൂടിയും അപ്പിയർ ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ഒരു ക്ലോസിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യാറുമുണ്ട്. എന്നാൽ ഒരു ക്ലോസിന്റെ സ്ട്രക്ചർ ആയിരിക്കില്ല, കംപ്ലീറ്റ് ആയിരിക്കില്ല, പക്ഷെ ഒരു ക്ലോസ് പോലെ അത് ഫങ്ഷൻ ചെയ്യാറുണ്ട്. കാരണം അതിന് സ്വന്തമായ ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, പക്ഷെ ഒരു പ്രെഡിക്കേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പാർഷ്യൽ പ്രെഡിക്കേറ്റ് ഉണ്ടാകും. അങ്ങനെയുള്ള ഫ്രേസിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഫ്രേസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ദ സൺ ക്ലൈംബിംഗ് ടു ദ സെനിത്ത്, ദ ഡേ ഗ്രൂ റാദർ ഹോട്ട്.
അതിൽ ഫ്രേസ് നോക്കുക, ദ സൺ ക്ലൈംബിംഗ് ടു ദ സെനിത്ത്. അത്രയും വരെ ഉള്ളൂ ഫ്രേസ്. അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട് അല്ലെ, ഹെഡ് വേർഡ് ഉണ്ട്, ദ സൺ. ആരാണ് ക്ലൈംബ് ചെയ്തത്? ദ സൺ ആണ്. അപ്പോൾ ദ സൺ ആണ് അവിടെ സബ്ജക്റ്റ്. എങ്ങോട്ടാണ് ക്ലൈംബ് ചെയ്യുന്നത്? സെനിത്തിലേക്കാണ്. അപ്പോൾ അതവിടെ ഒബ്ജക്റ്റ് ആണ്. സെനിത്ത് എന്നുള്ളത് അവിടെ ഒബ്ജക്റ്റ് ആണ്. പക്ഷേ ആക്ഷൻ അവിടെ കംപ്ലീറ്റ് അല്ല. കാരണം ക്ലൈംബിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു വേർബല്ല, പകരം ഒരു പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ക്ലൈംബിംഗ് ടു ദ സെനിത്ത് എന്നുള്ളതിനെ നമുക്ക് പാർഷ്യൽ പ്രെഡിക്കേറ്റ് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ് അല്ല, അതിലൊരു വേർബില്ല, വേർബൽ എലിമെന്റ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഏകദേശം കംപ്ലീറ്റ് ആയ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ക്ലോസിനെ പോലെയാണ് അവിടെ ആ ഫ്രേസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ ഫ്രേസ് അവിടെ അബ്സല്യൂട്ട് ഫ്രേസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, നോർമലി ഫ്രേസസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ED participles, ING participles, past participles, etc. But in certain cases, a preposition, an adjective, an interrogative pronoun, an adverb, or a noun can introduce a phrase. സാധാരണ രീതിയിൽ ഒരു ഫ്രേസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ആ ഫ്രേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പലപ്പോഴും വേർബൽ എലിമെന്റ്സ് ആയ പാർട്ടിസിപ്പിൾസ് ആണ്. അതിൽ ED പാർട്ടിസിപ്പിൾ വരാം, അത് പെർഫെക്റ്റ് ടെൻസോ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ING പാർട്ടിസിപ്പിൾസ് വരാം, അത് കണ്ടിന്യൂസ് ടെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇതിനൊക്കെ പുറമെ ചിലപ്പോൾ ഒരു ഫ്രേസ് ഒരു പ്രിപ്പൊസിഷൻ വെച്ചിട്ടോ, ഒരു ആഡ്ജക്റ്റീവ് വെച്ചിട്ടോ, ഒരു ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ വെച്ചിട്ടോ, ഒരു ആഡ്വേർബ് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു നൗൺ വെച്ചിട്ടോ ഒക്കെ തുടങ്ങാറുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് പറയാം, ഫ്രേസസ് ഈ പാർട്ടിസിപ്പിൾ എലിമെന്റ്സ് വെച്ച് മാത്രമല്ല, ഒരു സെന്റൻസിൽ അത് ചിലപ്പോൾ ഒരു പ്രിപ്പൊസിഷൻ, അഡ്ജക്റ്റീവ്, ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ, ആഡ്വേർബ്, നൗൺ ഇതൊക്കെ വെച്ചും തുടങ്ങാറുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സ്ക്രോൾഡ് ഓൺ ദ പ്ലക്കാർഡ് നിയർ ഹിം were the words I am blind, give me something. അതിലെ ഫ്രേസ് നോക്കുക, സ്ക്രോൾഡ് ഓൺ ദ പ്ലക്കാർഡ്. അവിടെ ആ ഫ്രേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഏത് വേർഡാണ്? വേർബൽ എലിമെന്റ് ആയ സ്ക്രോൾഡ് ആണ്, ED ആണ് അല്ലെ. So here the phrase scrawled on the placard is introduced by the ED participle scrawled. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക, സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ ആൻഡ് വിത്ത് എ ഹാറ്റ് ബൈ ഹിസ് ഫീറ്റ് എ ബ്ലൈൻഡ് ബോയ് വാസ് ബെഗിങ് ഫോർ ആംസ്. അവിടെ ആ ഫ്രേസ് തുടങ്ങിയിരിക്കുന്നത് സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ എന്നുള്ള ഫ്രേസ് തുടങ്ങിയിരിക്കുന്നത് സിറ്റിംഗ് വെച്ചിട്ടാണ്. അപ്പൊ സിറ്റിംഗ് ആണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഏത് വേർബൽ എലിമെന്റ് ആണ് വന്നിരിക്കുന്നത്? ING പാർട്ടിസിപ്പിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ING കൊണ്ട് തുടങ്ങുന്ന ഒരു ഫ്രേസിന്റെ എക്സാമ്പിൾ ആണ്. മൂന്നാമത്തെ നോക്കുക, ഓവർകം ബൈ ക്യൂരിയോസിറ്റി ഹി ആസ്ക്ഡ് എ പാസർ ബൈ ടു റീഡ് ദ ന്യൂ വേർഡ്സ് ഓൺ ദ പ്ലക്കാർഡ്. അവിടെ ആ ഫ്രേസ് ഓവർകം ബൈ ക്യൂരിയോസിറ്റി, അതാണ് ഫ്രേസ്. അത് തുടങ്ങിയിരിക്കുന്നത് ഏത് വേർഡ് വെച്ചിട്ടാണ്? ഓവർകം. ഓവർകം എന്നുള്ളത് പാസ്റ്റ് ടെൻസ് പാർട്ടിസിപ്പിൾ ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കുക, ആഫ്റ്റർ റബ്ബിംഗ് ഓഫ് ദ വേർഡ്സ് ഓൺ ദ പ്ലക്കാർഡ് ഹി റോട്ട് സംതിങ് ന്യൂ ദെയർ. അവിടെ ഫ്രേസ് നോക്കുക, ആഫ്റ്റർ റബ്ബിംഗ് ഓഫ് ദ വേർഡ്സ്. അവിടെ ആ ഫ്രേസ് ബിഗിൻ ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ എന്നുള്ള പ്രിപ്പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ ആ ഫ്രേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രിപ്പൊസിഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയാണ് ഫ്രേസസിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഈ നോൺ ഫൈനൈറ്റ് ഫ്രേസസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ചുരുക്കി എഴുതാം, ബ്രീഫായിട്ട് ഐഡിയ പറയാം എന്നുള്ളതാണ്. അതേസമയം അതിന് അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നോൺ ഫൈനൈറ്റ് ഫ്രേസസ് ഹാവ് സം ഡെഫിഷ്യൻസീസ്. ദ യൂസ് ഓഫ് എ ഫ്രേസ് ഇൻ ദ പ്ലേസ് ഓഫ് എ ക്ലോസ് ക്യാൻ സംടൈംസ് ലീഡ് ടു ആംബിഗ്വിറ്റി. അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആംബിഗ്വിറ്റി അല്ലെങ്കിൽ ഡബിൾ മീനിങ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു ക്ലോസ് യൂസ് ചെയ്ത് വ്യക്തമായി ഐഡിയ കൺവേ ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മളൊരു ഫ്രേസ് യൂസ് ചെയ്ത് അതിനെ ചുരുക്കി എഴുതുമ്പോൾ പലപ്പോഴും അർത്ഥത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡബിൾ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ മെറ്റ് യു ലീവിംഗ് ദ റൂം. അങ്ങനെ പറയുമ്പോൾ ക്ലിയർ അല്ല അവിടെ ആര് മുറി വിട്ടു പോകുമ്പോഴാണ്. ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ ഹൂ എക്സാക്ട്ലി വാസ് ലീവിംഗ് ദ റൂം. അവിടെ ഫസ്റ്റ് പേഴ്സൺ ആയ ഐ ആണോ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ആയ യു ആണോ അവിടെ മുറി വിട്ടു പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആംബിഗ്വിറ്റി പലപ്പോഴും ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രേസസിലേക്ക് പോവാം. പല തരത്തിലുള്ള ഫ്രേസസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് നൗൺ ഫ്രേസ് അല്ലെങ്കിൽ നോമിനൽ ഫ്രേസ്. എ നൗൺ ഫ്രേസ് ഇസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടെയ്നിങ് എ നൗൺ or an indefinite pronoun or it performs the grammatical function of a noun. Noun phrase അല്ലെങ്കിൽ nominal phrase എന്ന് പറഞ്ഞാൽ
അതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിലൊരു നൗണോ അല്ലെങ്കിൽ ഒരു ഇൻഡെഫിനിറ്റ് പ്രോനൗണോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നൗൺ ഫ്രേസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം a noun phrase is a group of words that contains a noun or a pronoun എന്ന് പറഞ്ഞാലും നൗൺ ഫ്രേസ് ആണ്. അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ നൗണിന്റെ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഐ എം സർപ്രൈസ്ഡ് അറ്റ് ഫൂൾസ് ഫ്ലറിഷിംഗ് ലൈക്ക് ദാറ്റ്. അതിൽ ഫൂൾസ് ഫ്ലറിഷിംഗ് ലൈക്ക് ദാറ്റ് എന്നുള്ള ഫ്രേസ് നോക്കുക. അത് തുടങ്ങിയിരിക്കുന്നത് തന്നെ ഫൂൾസ് വെച്ചിട്ടാണ്. ഫൂൾ ഒരു നൗൺ ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് ഒരു നൗൺ ഫ്രേസിന്റെ എക്സാമ്പിൾ ആണ്. A mother selling her own child is unbelievable. A mother selling her own child. അവിടെ 2 നൗൺസ് ഉണ്ട്. A mother, child. സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് നൗൺ ഫ്രേസിന് എക്സാമ്പിൾ ആണ്. ഐ എം ബിസി റൈറ്റിംഗ് എ നോവൽ. റൈറ്റിംഗ് എ നോവൽ ഒബ്ജക്റ്റ് ഏരിയയിലാണ് വന്നിരിക്കുന്നത്. നോവൽ നൗൺ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് റൈറ്റിംഗ് എ നോവൽ എന്താണെന്ന് ചോദിച്ചാൽ അത് നൗൺ ഫ്രേസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോവാം. adverb phrases. An adverb phrase is simply 2 or more words that can act as an adverb. ഒരു സെന്റൻസിൽ adverb phrase എന്താണെന്ന് ചോദിച്ചാൽ adverbന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ adverb phrase എന്ന് പറയുന്നത്. അതിൽ കൃത്യമായ ഒരു adverb ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. 2 വാക്കുകൾ ചേർന്ന് ഒരു adverbന്റെ ഫംഗ്ഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും അത് adverb phrase ആണ്. ഇനി adverbന്റെ ഫംഗ്ഷൻ എന്താണ്? adverb ആണ് അല്ലേ. അപ്പോൾ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷൻ. ആക്ഷൻ എങ്ങനെ നടന്നു, എപ്പോൾ നടന്നു, എവിടെ വെച്ച് നടന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആഡ്വേർബ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ അതിന് ചിലപ്പോഴൊക്കെ ഒരു വേർബിനെ, ആഡ്വേർബിനെ, അഡ്ജക്റ്റീവിനെ ഒക്കെ മോഡിഫൈ ചെയ്യാനും സാധിക്കും. ഇതാണ് ആഡ്വേർബിന്റെ ഫംഗ്ഷൻ. ഇതേ ഫംഗ്ഷൻ തന്നെ ഒരു സെന്റൻസിൽ പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമുക്ക് adverb phrase എന്ന് വിളിക്കാം. An adverb phrase is simply 2 or more words that can act as an adverb. It can modify a verb, adverb or adjective and can tell why, how, where, when an action occurred. ആക്ഷൻ ആണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. അതൊരു എക്സാമ്പിൾ നോക്കുക. മീറ്റ് മീ അറ്റ് ദ മോൾ. അവിടെ അറ്റ് ദ മോൾ എന്നുള്ള ഫ്രേസ് നോക്കുക. മീറ്റ് മീ, എന്നെ മീറ്റ് ചെയ്യുക. എവിടെ വെച്ചാണ് ആക്ഷൻ നടക്കേണ്ടത്? അറ്റ് ദ മോൾ. അപ്പോൾ അറ്റ് ദ മോൾ എന്ന ആ ഗ്രൂപ്പ് ഓഫ് വേർഡ് അവിടെ ഒരു ആഡ്വേർബിന്റെ ഫംഗ്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. കാരണം ആക്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലത്തെ പറ്റിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ദേ മസ്റ്റ് റിട്ടേൺ ബിഫോർ ഡസ്ക്. അവർ തിരിച്ചെത്തണം എപ്പോൾ? ഡസ്കിന് മുന്നേ, ബിഫോർ ഡസ്ക്. അപ്പൊ ബിഫോർ ഡസ്ക് എന്നുള്ളതിൽ അവിടെ നമുക്ക് കൃത്യമായ ഒരു ആഡ്വേർബിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എങ്കിലും ബിഫോർ ഡസ്ക് എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ, ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരു ആഡ്വേർബിന്റെ ഫംഗ്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. എപ്പോൾ എന്നുള്ളതിന് ആൻസർ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ബിഫോർ ഡസ്ക്. വാട്ട് എവർ യുവർ പ്രോബ്ലം, ഇറ്റ് ഹാസ് എ സൊല്യൂഷൻ. പ്രോബ്ലം ഏത് തരത്തിലുള്ളതായാലും അതിന് സൊല്യൂഷൻ ഉണ്ട്. വൈൽ പ്രേയിങ് ടു ഗോഡ് ഡു നോട്ട് മെൻഷൻ യുവർ പേഴ്സണൽ നീഡ്സ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ നീഡ്സ് മെൻഷൻ ചെയ്യാൻ പാടില്ല. എപ്പോൾ? വെൻ. വൈൽ പ്രേയിങ് ടു ഗോഡ്. അപ്പോൾ വൈൽ പ്രേയിങ് ടു ഗോഡ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അവിടെ ആക്ഷനെയാണ് അവിടെ മോഡിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ആഡ്വേർബ് ഫ്രേസിന്റെ എക്സാമ്പിൾ ആണ്. The weather having improved, we resumed the game. എന്തുകൊണ്ടാണ് ഗെയിം റിസ്യൂം ചെയ്തത്? റീസൺ എന്താണ്? The weather having improved. വെതറിന് മാറ്റം വന്നതുകൊണ്ടാണ് ഗെയിം റിസ്യൂം ചെയ്തത്. അപ്പോൾ the weather having improved എന്നുള്ളത് അവിടെ ആഡ്വേർബ് ഫ്രേസ് ആണ്. ഇനി അടുത്ത ടൈപ്പാണ് adjective phrase. It is a group of words that describe a noun or a pronoun in a sentence. So in most cases they are tied to the nouns. Adjectiveന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. നൗൺ അതിനെ ക്വാളിഫൈ ചെയ്യുകയാണ് അല്ലെ, അതിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സെന്റൻസിൽ നൗണിനെയോ പ്രോനൗണിനെയോ ക്വാളിഫൈ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ adjective phrases എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് എ നൗൺ ഓർ എ പ്രൊനൗൺ ഇൻ എ സെന്റൻസ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് നൗണിനോട് ചേർന്നായിരിക്കും ഒക്കർ ചെയ്യുന്നത്. ദി adjective in an adjective phrase can appear at the beginning, end or middle of a phrase. adjective phraseൽ adjective ആ ഫ്രേസിന്റെ തുടക്കത്തിലോ എൻഡിലോ മിഡിലിലോ ഒക്കെ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നൗണിന്റെയോ പ്രോനൗണിന്റെയോ മുൻപോ അതിനുശേഷമോ നമുക്കത് പ്ലേസ് ചെയ്യാനും സാധിക്കും. ഹവവർ നൗണിനെ ആയിരിക്കും അത് എപ്പോഴും ക്വാളിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുക. ദ റൈഡ് വാസ് ടു ടെറിബിൾ. ദ റൈഡ് എന്നുള്ള നൗണിനെയാണ് അവിടെ adjective phrase ആയ ടു ടെറിബിൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ടു ടെറിബിൾ എന്നുള്ളത് ആ ദ റൈഡിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു
ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് മാറി. സോ ടു ടെറിബിൾ എന്നുള്ളത് അവിടെ adjective ഫ്രേസിന്റെ എക്സാമ്പിൾ ആണ്. എവ്രി വൺ വാസ് എക്സ്ട്രീംലി സാഡ്. എവ്രി വൺ എന്നുള്ള പ്രോനൗണിനെ അവിടെ എക്സ്ട്രീംലി സാഡ് എന്നുള്ള adjective ഫ്രേസ് വെച്ച് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. സോ എക്സ്ട്രീംലി സാഡ് ആണ് അവിടെ adjectival ഫ്രേസ്. അതിൽ സാഡ് ആണ് ആക്ച്വലി adjective. എക്സ്ട്രീംലി സാഡ് adjective ഫ്രേസും. I want you to grow strong in limb and strong in mind. Strong in limb and strong in mind ആണ് അവിടെ adjective phrase ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഫിസിക്കലി ആസ് വെൽ ആസ് മെന്റലി സ്ട്രോങ് ആവുക എന്നുള്ളൊരർത്ഥമാണ്. അതായത് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹാപ്പി ആൻഡ് ചിയർഫുൾ ദ ബോയ് സ്റ്റാർട്ടഡ് ടു സിംഗ് എ സോങ്. ഹാപ്പിയും ചിയർഫുള്ളും ആയതുകൊണ്ട് ബോയ് ഒരു സോങ് പാടാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ബോയുടെ ക്വാളിറ്റിയാണ് ഹാപ്പി ആൻഡ് ചിയർഫുൾ. ബോയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ആൻഡ് ചിയർഫുൾ എന്നുള്ളത് രണ്ട് അഡ്ജക്റ്റീവ്സ് ചേർന്ന ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഇത്രയാണ് ഫ്രേസസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫ്രേസ്? പിന്നെ വാട്ട് ഈസ് എ നൗൺ ഫ്രേസ്? വാട്ട് ഈസ് എൻ ആഡ്വർബ് ഫ്രേസ്? വാട്ട് ഈസ് എൻ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് ചോദിക്കാം. അതുപോലെ വാട്ട് ഈസ് എൻ ആബ്സല്യൂട്ട് ഫ്രേസ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫ്രേസസ്? വാട്ട് ഈസ് എ ഫ്രേസൽ കൺസ്ട്രക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ എക്സസൈസ് തന്നിട്ട് ഒരു സെന്റൻസ് തന്നിട്ട് അതിലെ ഫ്രേസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഏത് ടൈപ്പ് ഓഫ് ഫ്രേസ് ആണെന്നുള്ളത് ചോദിക്കും. നൗൺ ഫ്രേസ് ആണോ, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണോ, അഡ്വർബ് ഫ്രേസ് ആണോ എന്നെല്ലാം ചോദിക്കും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ ഫ്രേസസ്. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്.